ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ആന്ധ്ര മാംഗോ പിക്കിളാണ്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യുക. അതിനായിട്ട് ഞാനിവിടെ 1/2 kg മാംഗോ കഴുകിയതിന് ശേഷം ഒട്ടും വെള്ളമില്ലാണ്ട് തന്നെ കുറച്ച് വലിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യാം. എരിവ് വേണമെന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടി വേണമെങ്കിലും ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ്. ഹാഫ് കപ്പ് മസ്റ്റർഡ് പൗഡർ. ഒരു ടീസ്പൂൺ ഉലുവപ്പൊടി. ഒരു ടീസ്പൂൺ കായപ്പൊടി. ഒരു ടേബിൾ സ്പൂൺ ചതച്ച വെളുത്തുള്ളി ചേർക്കാം. ഇനി കൈ കൊണ്ട് തന്നെ മാങ്ങയിലേക്ക് ഈ മസാലയൊക്കെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഒരു കപ്പ് നല്ലെണ്ണ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു ഡ്രൈ സ്പൂൺ കൊണ്ട് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുന്ന ടൈമിൽ ഓയിൽ പോരാൻ തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ലെണ്ണ ആഡ് ചെയ്യാം. ഡ്രൈ സ്പൂൺ യൂസ് ചെയ്യുകയും ഈർപ്പം അടിക്കാണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ മാംഗോ പിക്കിൾ എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും. ഒരു ക്ലിംഗ് ഫിലിം കൊണ്ട് നമുക്കിത് കവർ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു ടൈറ്റ് ജാറിലോട്ട് മാറ്റിയും വെക്കാം. അങ്ങനെ നമ്മൾ കവർ ചെയ്ത് വെച്ചതിന് ശേഷം ഒരു ഡേ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഒന്നുകൂടെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ടൈമിലൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ഉപ്പോ ഉലുവയോ കായമോ കുറവുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വിനാഗിരി ആഡ് ചെയ്യുന്നില്ല. സെക്കൻഡ് ഡേ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മാങ്ങയിൽ നിന്ന് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് മാങ്ങയിലേക്ക് മസാലയൊക്കെ പിടിച്ച് സോഫ്റ്റ് ആയിട്ടുണ്ടാവും. മാങ്ങ തിരഞ്ഞെടുക്കുമ്പോൾ കുറച്ച് പുളിയുള്ള മാങ്ങ നോക്കി എടുക്കുക, അല്ലെങ്കിൽ കുറച്ച് സ്വീറ്റ്നെസ് ഉണ്ടെങ്കിൽ പോലും പിക്കിള് നല്ല ടേസ്റ്റാണ്. ഇതൊരു ആന്ധ്ര സ്പെഷ്യൽ പിക്കിളാണ്. അവിടെ ഇതിന് ആവക്കായി അച്ചാറെന്നും പറയും. ഒരു സ്പെഷ്യൽ ഒക്കേഷൻ വരുമ്പോഴത്തേക്കും സെർവ് ചെയ്യാൻ പറ്റിയ ഒരു സൂപ്പർ അച്ചാറാണ്. അപ്പോൾ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അടുത്ത വ്ലോഗിൽ കാണും വരെ ബൈ.